ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ നിങ്ങള് ഇവിടെ മോളില് കൊണ്ടുപോകുന്നു, കാറ്ററാക്കി മോളില്. ഇന്നിപ്പോ ഞങ്ങള് പോവാട്ടോ. ഞങ്ങക്ക് ഇവിടെ ഓണത്തിന്റെ തിരക്കൊക്കെ ആയത് കാരണം നമുക്കിവിടെ കിങ്സ്റ്റണില്, കാനഡയിലുള്ള കിങ്സ്റ്റണില് കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ആ സംഘടന അവര് ഒരു ഓണം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സെപ്റ്റംബർ 14 ആ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഞങ്ങൾ മെഗാ തിരുവാതിര ഉണ്ട്, അവരുടെ വകയായിട്ട് മെഗാ തിരുവാതിര ഉണ്ട്. അപ്പം മെഗാ തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാനും ഉണ്ട്, എൻ്റെ റൂംമേറ്റും ഉണ്ട്. റൂംമേറ്റ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഹായ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറ്ററാക്കി മോളിൽ പോയിട്ട് പിരികം ത്രെഡ് ചെയ്യാൻ പോവാണ്. ഇന്നിപ്പോ ഏകദേശം ഇവിടുത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഇനി ബാക്കിയെല്ലാം എല്ലാ ദിവസവും വർക്കുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. ഇനി ഒരു ദിവസം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്നും ഉണ്ട് വർക്ക്, പക്ഷെ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ്, 6 മണിക്കാണ്, വൈകുന്നേരമാണ്. അപ്പൊ ഇന്ന് എന്തായാലും പോയി പിരികം ത്രെഡ് ചെയ്യാന്ന് ഓർത്തു. അപ്പൊ എന്തായാലും കാറ്ററാക്കി മോളിലാണല്ലോ പോകുന്നത്. മോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് ഇവിടെ ഒരു മോളുടെ കാര്യമാണുള്ളത്, മോളുള്ള കാര്യം, മറ്റേ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ അടച്ചിരുന്ന മോള്. അപ്പൊ ആ മോള് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് ഓർത്തു. ബസ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനില്ലേ ഇവിടെ നമ്മളിങ്ങനെ നിന്നപ്പോഴാണ്, ഇവിടെ സമ്മറിൽ എപ്പോഴും ഉള്ള നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ്. രണ്ട് വ്യക്തിയാണ്, 2 ഉണ്ട് ശരിക്കും. മറ്റേ ഈച്ച, കൊതുക്, പിന്നെ ഹണീബി. അപ്പൊ ഇല്ലേ എപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാലും ഇല്ലേ ഇവിടെ ഉണ്ടാവും, കാറ്ററാക്കിന്റെ അവിടെ ആ മുകളിലും ഉണ്ടാവും ട്രാൻസ്ഫർ പോയിന്റ്. എന്നിട്ട് ഇങ്ങനെ പുറകെ നടക്കും. ഇനി സ്മെല്ലിന്റെ ആണോ, നമ്മള് ഇട്ടിരിക്കുന്ന സ്പ്രേന്റെ സ്മെല്ല് കൊണ്ടാണോന്നറിയില്ല, ചിലപ്പോ അതും ഉണ്ടാവുമല്ലോ. ഇവിടെ ഈ വേസ്റ്റ് ബിന്നിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ നടക്കണതാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ പറന്ന് നടപ്പുണ്ട്, കാണുന്നുണ്ടോന്നറിയില്ല. നമ്മൾ എത്തിയിട്ടാ മോളിന്റെ അവിടെ എത്തിയേ. ഈ കാണുന്നതാ, ഈ അപ്പുറത്ത് കാണുന്നതാണ് ഇവിടുത്തെ മോള്. നമ്മൾ ഇപ്പൊ വന്നിറങ്ങിയ ബസ്സാണിത്, 501 എക്സ്പ്രസ്. മോളില് ഇത് കേറുമ്പോ തന്നെ ടിം ഹോട്ടൻസ് ഉണ്ട്. ടിം ഹോട്ടൻസിൽ വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ഡോറ് തന്നെ ഉണ്ട് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി. പിന്നെ മെയിനായിട്ടുള്ള എല്ലാ കടകളും തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കാഴ്ച വിശാലമായൊരു ഹോൾവേ. ഇത് നമ്മൾ നേരത്തെ കണ്ട ടിം ഹോട്ടൻസ്. പിന്നെ ഇവിടെ ഷോപ്പേഴ്സ് ഉണ്ട്, ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ കടകൾ ഇവിടെ കാണാം. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാട്ടോ, കുറേ സാധനങ്ങളുണ്ട്. KFC ഒക്കെ ഉണ്ട്. ഞാനിവിടെ ഒന്ന് KFC ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇല്ല നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമ്മുടെ അവിടുത്തെ ആ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണ്. എനിക്ക് അത്ര അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് 2 ഫ്ലോറിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നല്ല ലെങ്ത്തുള്ള മോളാണ്. നമ്മുടെ അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. നമ്മുടെ ലുലു മോളൊക്കെ, പിന്നെ ഫോറം മോളും അതൊക്കെ വളരെ വലുതല്ലേ. ഇത് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അപ്പം നമ്മൾ പോകുന്ന ത്രെഡ് ചെയ്യാനല്ലേ, ത്രെഡ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. ഇത് നോക്കിയേ, ഇത് കണ്ട എന്തൊരു വലിയ ജീൻസാന്ന് നോക്കിയേ. കാണുന്നുണ്ടോ, എനിക്ക് മനസ്സിലാവണുണ്ടോന്നറിയില്ല. നോക്കിയേ, സൂപ്പറല്ലേ. ആ ജീൻസിന്റെ പരസ്യത്തിന് വേണ്ടി വെച്ചേക്കണെന്ന് തോന്നണം. പിന്നെ തൊട്ടിപ്പുറത്താണ് മിനീസോ. എനിക്ക് ഇഷ്ടമാണ് ഈ കട, ഭയങ്കര. നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ആണെങ്കിലും, ഞാൻ സ്പ്രേ മേടിക്കുന്നതാണെങ്കിൽ ഞാൻ 2 സ്പ്രേ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മണമുള്ള സ്പ്രേ ആണ്. ഇത് നോക്കിയേ, ചെറിയ ചെറിയ ക്യൂട്ട് പാവകൾ. എൻ്റെ ഉള്ളിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ശരിക്കും ഇല്ലേ ഇപ്പുറത്തെ വഴി അല്ലായിരുന്നു വരേണ്ടത്, അല്ല അങ്ങോട്ടേക്കായിരുന്നു പോകേണ്ടത്. നമുക്കിപ്പോൾ എന്തായാലും
മുകളിൽ കൂടെ കണ്ടിട്ട് പോകാം. ഇതില്ലേ ഇവിടെ മുകളിലൊരു കടയുണ്ട്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എന്തോ എല്ലാ സാധനങ്ങളും $5 നമുക്ക് ശരിക്കും ഇല്ല, $25 ആണ് അവിടെ കാണുന്നത് കേട്ടോ. പക്ഷെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച മാത്രം, ഒരു ശനി ഞായറും മാത്രം $5 കണ്ട. അത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിറോണ് ഞാൻ മുഖത്ത് വരട്ടിയത്, മോയ്സ്ചറൈസർ മുഖത്ത് വരട്ടിയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നിയായിരുന്നു. നല്ല അത്യാവശ്യം എഫക്റ്റീവായിട്ടുള്ള മോയ്സ്ചറൈസറായിട്ട് തോന്നി. അതെ, ഇതാണ്ട ഞാൻ പറഞ്ഞ ബാത്ത് ആൻഡ് ബോഡി വർക്ക്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഞങ്ങൾ $5 മേടിച്ചത്. ഈ പ്രാവശ്യം ഒന്ന് കയറി നോക്കാം എത്രയുണ്ടെന്ന്. അരോമ തെറാപ്പി നല്ലായിരുന്നു അല്ലേ? ഇതിനിപ്പോൾ എത്രയെന്ന് അറിയാമോ? ബോഡി വാഷിന് $18. നമ്മൾ $5 മേടിച്ചതാ. ബോഡി വാഷും ബോഡി ലോഷനൊക്കെ. പിന്നെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ ഫേസ് ലോഷൻ മേടിച്ചത്. നല്ല ആട്ടോ, യൂസ് ചെയ്തായിരുന്നു. ഫേസ് ലോഷൻ എത്രയാണെന്ന് അറിയാമോ? ഫേസ് ലോഷൻ $16. നമ്മൾ $5 മേടിച്ച സാധനങ്ങളാണ്. ഫേസ് വാഷ് മേടിച്ചു. ഫേസ് വാഷ് ഇതല്ല, എക്സ്ഫോളിയേറ്റർ നമ്മൾ മേടിച്ചു. വേറെയും കുറേ സാധനങ്ങളുണ്ട്, കുറേ സ്പ്രേ ഒക്കെ ഉണ്ട്. സാധനം ഉണ്ടാവും അതിൽ. ഇപ്പം നമുക്ക് ട്രൈമി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടാവും. സ്പ്രേ ആണെങ്കിൽ ട്രൈമി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്പ്രേ. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മണക്കാം. ചെറിയുടെ സ്മെല്ലുണ്ട്. ചെറിയുടെ സ്മെല്ല് നൈസ്. ഇത് നോക്ക്, ഇത് ഇവിടുത്തെ സോഫ്റ്റ് മോക്ക് എന്നാണ് ഈ കടയുടെ പേര്. കഴിഞ്ഞ പ്രാവശ്യം ഈ കുട്ടി കയറി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ്. ആ ചെരുപ്പാണ് ആ കാലിലിട്ടേക്കണം. നല്ല സ്കെച്ചേഴ്സിൻ്റെ നല്ലതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ നടക്കുകയാണ്. ഇത് ഇവിടെ കളിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ H&M ഉണ്ട് കേട്ടോ. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ്. H&M മാൻ, മുകളിൽ ഗേൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അർബൻ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ്. ഇവിടെ ഉണ്ട് ഓഫർ, ബൈ 1 get 1 50% ഓഫ്. അതായത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ അടുത്തത് 50% ഓഫിന് കിട്ടും. നമുക്കിനി ത്രെഡ് ചെയ്യണ കട കണ്ടുപിടിക്കണം. അതെ ഗൈസ്, ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. ഫുഡ് കോർട്ടൊക്കെ കാണിച്ചു തന്നില്ല, അവിടെയാണ് ഫുഡ് കോർട്ട്. നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. എന്നിട്ട് മുകളിൽ കറങ്ങി തിരിച്ച് ഇതുവഴി വന്നതാ. അതെനിക്ക് അറിയില്ല ഇത് എവിടെയാ ത്രെഡ് ചെയ്യണേ. ഞാൻ ഇവിടെ എവിടെയോ കണ്ട. അതെ കേവ്, അവിടെ കണ്ട കേവ്സ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ആടാ കണ്ടുപിടിച്ചേ. ഞാൻ ചെയ്തു കേട്ടോ, ഞാൻ
ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ആ ചേച്ചിക്കും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുകയാണ്. ഞാൻ അപ്പർ ലിപ്സും കൂടെ എടുത്തു. കുറേ നാളായിട്ട് ഞാൻ 1 വർഷമായി ചെയ്തിട്ട് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചെയ്തതാണ്. അപ്പർ ലിപ്സും കൂടെ എടുത്തു. നല്ല വേദന എടുത്ത പോലെ തോന്നി. ശരിക്കും എടുത്തതാണോന്നറിയില്ല. എന്തായാലും കുറേ നാളായില്ല എടുത്തിട്ടാ. ഞാൻ എടുത്ത ഇപ്പം നല്ലൊരു എമൗണ്ട് ആയിട്ട് ഇവിടുത്തെ $30 സംതിങ് ആയി ചെയ്തപ്പം. അപ്പർ ലിപ്സും കൂടെ എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത എന്തായാലും വർഷത്തിലൊരിക്കലൊക്കെ ചെയ്യുള്ളൂ, അപ്പം കുഴപ്പമില്ലാന്ന് ഓർത്തു. നമ്മുടെ കുട്ടി ചെയ്യാണ് ത്രെഡിങ്. നല്ല വേദന ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ ഡോളറാമയിൽ പോവാട്ടാ. ഒരു ചെടി വെക്കണ ഒരു പോട്ട് എന്തെങ്കിലും മേടിക്കണം. അവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല അത്യാവശ്യം നല്ല സാധനം കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ എസ്കലേറ്ററിൽ കയറി പോവുകയാണ്. ഇത് ബേസ്മെൻറ്റ്. നമ്മളിപ്പോൾ പോയത് ബേസിലല്ലേ, താഴെയല്ലായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നല്ലോ. അപ്പം നമുക്ക് എലിവേറ്റർ എടുക്കാം. താഴത്തെ ഫ്ലോറിലാണ്. നമ്മൾ എലിവേറ്റർ എടുത്ത് പോവാം. നമ്മൾ ചെന്ന് ലോവർ ഫ്ലോറാണ്. നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് തന്നെ ആ ഡോളറാമയുടെ ഫ്രണ്ടിലായിരിക്കും. അതെ, നമ്മളെത്തി ഗൈസ്. കണ്ട, ഇതാണ് ഡോളറാമ. നമുക്ക് ആ പോട്ടിൻ്റെ സെഷനിലേക്കാണ് പോകേണ്ടത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ ഇല്ലേ, ഞാനും ഇവിടെ നിന്നാണ് മേടിക്കണം. മാക്സിമം സാധനങ്ങൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കണം. എനിക്കിഷ്ടമാണ്. അങ്ങനെ ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങോട്ടാ ഇങ്ങനത്തെ കുറേ ഗ്ലാസ്സുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കിച്ചൺ ഐറ്റംസ് കുറേ ഉണ്ട്. ഇതേ എൻ്റെ പാത്രം കണ്ട, എൻ്റെ ഇതിൻ്റെ വലുതാണ് ഞങ്ങൾ പാത്രം കഴിച്ചത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള $1, $2, $3 ഉള്ള സാധനങ്ങൾ കിട്ടും. ഇത് $3. അല്ല, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് മണി പ്ലാന്റ് വെക്കാൻ പറ്റില്ല. നമുക്കൊന്നും കൂടെ നോക്കാം എന്തായാലും. ലേഡീസിൻ്റെ സെഷനിലെത്തി. ലേഡീസും കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള സെഷനിലെത്തി. ഇവിടെ കുറേ സോക്സുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ. $3 ഉള്ളൂ. ഇതുപോലത്തെ കുറേ ഗിഫ്റ്റ് കാർഡ്സും ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ്. ഇപ്പം ഹാലോവീൻ ആയത് കാരണം ഈ ഒരു ഭാഗം നോക്കി, ഇത് മൊത്തം ഹാലോവീനാണ്. സെപ്റ്റംബറിൽ ഇവിടെ ഹാലോവീനാണ്. ഇതിപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോൾ ഹാലോവീനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തം. പിന്നെ ഫോളായത് കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ്. പിന്നെ ചോക്ലേറ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ.
ഇവിടെ ബൗണ്ടി കിട്ടുമായിരുന്നു, പക്ഷെ ബൗണ്ടി കാണാനല്ല. ബൗണ്ടി മറ്റേത് വലുത് മാത്രമേ ഇരിക്കുള്ളൂ. ആ അതേ കണ്ട് ദേ ബൗണ്ടി. ബൗണ്ടി ഈസ് മൈ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്. പക്ഷെ ഞാനിപ്പോൾ കഴിക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിക്കാതെ വെച്ചിരിക്കുകയാണ്. പിന്നെ ദിസ് വൺ, ഇതില്ലേ ഞാൻ എപ്പോഴും മേടിക്കുമായിരുന്നു. പക്ഷേ വെയിറ്റ് കുറക്കണതിൻ്റെ ഭാഗമായി ഞാനത് വേണ്ടാന്ന് വെച്ച്. പിന്നെ അതുമാത്രമല്ല, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഇത് ഞാൻ ഒരു കണക്കിനായിട്ടാണ് കഴിച്ചു തീർത്തത്. ഭയങ്കര ഒരു മടുപ്പ് തോന്നിയായിരുന്നു. എടുക്കാൻ പോകുന്ന മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ട് സിമ്പിളാണ്. ഒരു ചുമ്മാ ഒരു ഇതിൽ ചില്ലിൻ്റെ ഒരു സംഭവത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. ഇതും ഉണ്ട്, ഇതിങ്ങനത്തെ ഉണ്ട്, ചെറുതും ഉണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. എനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇത് നോക്കി, ക്യാൻഡിൽസൊക്കെ നോക്കി. ഇത് നോക്കി, ബൊക്ക നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഭയങ്കര അഫോർഡബിൾ ആട്ടാ. ഞാനില്ലേ ഇത് ഞാൻ മേടിച്ചായിരുന്നു. ഇതിൻ്റെ കുറച്ചും കൂടെ വലുതായിരുന്നു തോന്നുന്നു. നല്ല അത്യാവശ്യം ലൈക്ക് എനിക്ക് തോന്നിയില്ലേ, നല്ലൊരു, എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്യണുണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ. ഈ സ്റ്റീൽ പാത്രങ്ങളും കൂടെ ആയത് കാരണം നമ്മളിപ്പോൾ ഡോട്ടറാമ്മയെന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിനി പണിയൊന്നുമില്ല, വീട്ടിൽ പോകണേ, വൈകുന്നേരം വർക്കിന് പോകണം, അത്രേ ഉള്ളൂ. കാണിച്ചു തന്നില്ലേ മറ്റേ മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം, എന്തുവാ ആ വേസ്. അതുപോലത്തെ ഞങ്ങൾ 2 മേടിച്ച് ഞങ്ങളുടെ റൂമിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ആ മണി പ്ലാന്റും കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണവും കൂടെ മേടിച്ച് വീട്ടിൽ ചെന്ന് വെച്ച് കാണിച്ചു തരാം. നിർത്തിയിട്ടാ, നമ്മളുടെ ബസ് അവിടെ കിടപ്പുണ്ട്. താങ്ക് ഗോഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ വെയിലത്ത് നിൽക്കേണ്ടി വന്നതന്നെ കുറേ നേരം വായും പൊളിച്ച്. ആ കിടക്കുന്നതാണ് ബസ്. ഇത് കണ്ടത് അവിടെ ഈ അറ്റം വരെ ഇവിടുത്തെ അതത് അറ്റം വരെ ബസ് സ്റ്റോപ്പാണ്. ഇങ്ങനെ ഓരോ ബസ്സുകൾ ഓരോ സ്ഥലത്തും നിർത്തിയിടും, നമുക്ക് കയറാം. നമ്മളെത്തിയിട്ടാ, ബസ് ഇറങ്ങി നടക്കാൻ പോവാം. ഇവിടെ അറിയാലോ, മറ്റേ ആ സിഗ്നലിൻ്റെ അവിടെ നമ്മൾ ആ വാക്കിംഗ് മാൻ അപ്പിയർ ചെയ്യും, അപ്പോഴേ ക്രോസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വണ്ടി വന്ന് ഇടിച്ചിടും. ഇവിടെ ട്രാഫിക് റൂൾസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രി ആണല്ലോ, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ പോയപ്പോൾ അവിടെയാണ് നിന്നത്, ആ ബസ് സ്റ്റോപ്പിലാണ് നിന്നത്. വന്നിറങ്ങുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലായിരിക്കും, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് വാക്കിംഗ് മാൻ, അതെ വാക്കിംഗ് മാൻ അപ്പയർ ചെയ്തു. വീട്ടിലെത്തിയിട്ടാ, ഞാൻ ഇപ്പം ത്രെഡ് ചെയ്തൊക്കെ നോക്കണമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിലും വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 മേടിച്ച്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ക്യൂട്ടല്ലേ, നൈസല്ലേ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളും ഇവിടെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ, നല്ല നല്ല വ്ലോഗുകളൊക്കെ ഇട്ട് വരാം, കൊണ്ടുപോകാം. ശരി എന്നാൽ ബൈ.